ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് കച്ചമുറുക്കിയപ്പോൾ എന്താണ് അമേരിക്ക ഇറാനോട് പറഞ്ഞത്? നിങ്ങളുടെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖാംനെയി കീഴടങ്ങണം. ഇറാനിയൻ സൈന്യം ആയുധം വെച്ച് കീഴടങ്ങണം. ഞങ്ങൾ ഇറാനെ ആക്രമിക്കാൻ പോകുന്നു. ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരാൻ പോകുന്നു. ഞങ്ങളുടെ കൽപ്പന അനുസരിക്കുക, ഇല്ലെങ്കിൽ അനുസരിപ്പിക്കും. ഇതാണ് പറഞ്ഞത്. ഞങ്ങളുടെ കൽപ്പന ധിക്കരിക്കുന്ന വിധം ധിക്കരിച്ചാൽ ഇറാനെ ഞങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കും. ഇറാൻ എന്ന രാജ്യം പിടിച്ചെടുക്കും. ആയത്തുള്ള അലി ഖാംനിയെ വധിക്കും. അപ്പോൾ എനിക്ക് അമേരിക്കയോടും ഇസ്രയേലിനോടും പറയാനുള്ളത്, ദയവ് ചെയ്ത് ഞങ്ങളുടെ ആത്മീയ നേതാവായിട്ടുള്ള അലി ഖാംനെയിയെ വെറുതെ വിടണം. അദ്ദേഹത്തെ ജീവിക്കാൻ അനുവദിക്കണം. നിങ്ങൾ ഇതെല്ലാം പിടിച്ചെടുക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് എനിക്ക് അമേരിക്കയോടും ഇസ്രയേലിനോടും അപേക്ഷിക്കാനുള്ളത്. അല്ലയോ യഹൂദി വന്നസാറ കൂട്ടങ്ങളെ, നിങ്ങൾ എന്താണ് ആഗോള മുസ്ലിങ്ങളെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്? സ്വന്തം രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ ഏതൊരു മുസ്ലിമും കൊതിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. സ്വന്തം രാജ്യം അപകടത്തിൽപ്പെടുമ്പോൾ ശത്രുവിനെതിരെ പോരാടി മരിച്ചാൽ പ്രവാചകൻ ഞങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആ സ്വർഗമാണോ ഞങ്ങൾക്ക് വേണ്ടത്, അതോ ഈ ഭൂമിയിലെ നരകതുല്യമായ ജീവിതമാണോ വേണ്ടത്? ആ സ്വർഗത്തിന് വേണ്ടിയാണ് ഏതൊരു മുസ്ലിമും സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടുന്നത്. നിങ്ങളിതൊക്കെ പറഞ്ഞപ്പോഴും ഇറാൻ എന്താണ് ചെയ്തത്? അറബ് ലോകത്തെ ഏറ്റവും വലിയ അമേരിക്കയുടെ സൈനിക ബേസായ ഖത്തറിലെ ആർമി ബേസ്, 26,000-ൽ പരം അമേരിക്കൻ സൈനികർ പ്രവർത്തിക്കുന്ന ആർമി ബേസ് ചുട്ട് ചാമ്പലാക്കി. ഇപ്പോൾ ഇറാന്റെ പിന്നാലെ നടന്ന് കേഴുകയാണ്. കോംപ്രമൈസ്, നമുക്ക് സമാധാനം കൊണ്ടുവരാം എന്നും പറഞ്ഞ് കേഴുകയാണ്. ഇറാൻ ഖത്തറിന്റെ ആർമി ബേസിനെ ആക്രമിച്ചിരിക്കുന്നു. ഖത്തറിലെ അമേരിക്കൻ ആർമി ബേസിനെ ആക്രമിച്ചിരിക്കുന്നു. നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ മഴ പെയ്യുന്നത് പോലെ അമേരിക്കൻ ആർമി ബേസിനെ ചുംബിക്കുകയായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു ബേസ് അവിടെ ഇല്ല.